അമൃതയിൽ നിന്നും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം UK പോയപ്പോൾ എൻ്റെ ആദ്യത്തെ ആകാംക്ഷ എന്തായിരുന്നു വെച്ചാൽ നമുക്ക് വൈദ്യശാസ്ത്ര രംഗത്ത് ഒരുപാട് പുതിയ ടെക്നോളജികൾ അല്ലെങ്കിൽ മെഷീനറീസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഇത്രയും വ്യത്യാസമായിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് UK അന്ന് 2006-09 കാലഘട്ടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവിടെയുള്ള എല്ലാ ആധുനിക ചികിത്സാ രീതികളും ഏറെക്കുറെ നമുക്ക് അന്ന് തന്നെ കേരളത്തിലും അറ്റ്ലീസ്റ്റ് വലിയ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ചികിത്സയിൽ അല്ലെങ്കിൽ റിസൾട്ടിൽ ഇത്രയധികം മാറ്റം ഒരു വ്യത്യാസമെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിന് ഒരു പ്രധാന കാരണം അവരുടെ ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാംസാണ്. അവർക്ക് ഗവൺമെൻറ് തന്നെ വളരെ കൃത്യമായിട്ട് വളരെ വെൽ സ്ട്രക്ചേർഡായിട്ട് ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം ഇത്ര വയസ്സ് കഴിഞ്ഞാൽ അവരുടെ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ നടത്തുകയും അതനുസരിച്ച് അവർക്ക് മാമോഗ്രാം ചെയ്യണമെന്നോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി, അതുപോലെ പാപ്സ്മിയർ ടെസ്റ്റുകൾ, അതുപോലെ ഓറൽ ക്യാവിറ്റി എക്സാമിനേഷൻ, നമ്മൾ പുകവലിക്കുന്നോ അല്ലെങ്കിൽ ചൂയിങ്ങോ ആയിട്ടുള്ള പല ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ടെസ്റ്റുകൾ, ഡിറ്റക്ഷൻ പ്രോഗ്രാംസ്, കൊളോനോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകൾ, ഇങ്ങനെ പലവിധ ടെസ്റ്റുകളും അവരൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്നും അത് അവൈലബിൾ അല്ല.